സമയം 7:30. അടുക്കളയിൽ ശടപടയെന്ന് പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അതും ആസ്വദിച്ചുകൊണ്ട് തൊട്ടടുത്ത് വൈകിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കഥാനായിക പുള്ളിക്കാരി ഇതുവരെ എണീച്ചില്ലാട്ടോ. ഇതേ സമയം ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗൗതം. എല്ലാം കഴിഞ്ഞ് അവൻ താഴേക്ക് ഇറങ്ങി വന്നു. ഗൗതം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിള്. ഇന്നലെ ലേറ്റായി വന്നോണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഓ, അതൊന്നും കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് സംസാരിക്കാലോ. ശങ്കർ ഇന്നലെ പോകുന്നുണ്ടോ? അങ്കിൾ ഇന്ന് പോകുമെന്നോ? എന്നിട്ട് എപ്പോ വരും? ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. എന്നാ പിന്നെ നീ കഴിക്കുക ഗൗതം, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. കഴിഞ്ഞു അങ്കിളെ, നമുക്ക് ഇറങ്ങാം എന്നാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടേടി. ഏട്ടാ, ചെന്നിട്ട് വിളിക്കണേ. ഞാൻ വിളിക്കാം. നിങ്ങൾ അങ്ങോട്ട് വാ. അവിടെ അമ്മയും അച്ഛനും വെയിറ്റിംഗ്. അച്ഛാ, അമ്മ, ഞാൻ ഇറങ്ങുവാന്നേ. മോനെ, പോയിട്ട് വാ. അവിടെ ചെന്നിട്ട് വിളിക്കണേടാ. യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ശങ്കർ ഗൗതമിന്റെ കൂടെ കാറിൽ കയറി. ദേവമ്മ, പാറു സൈനിച്ചില്ലേ? ഇല്ല മോനെ, ഞാൻ ചെന്ന് വിളിക്കാം. വേണ്ട ആന്റി, അവള് എണീക്കുമ്പം പറഞ്ഞാ മതി ഞങ്ങള് വീട്ടിൽ പോയെന്ന്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എല്ലാവരോടും മോളെ എണീക്കുമ്പം പറഞ്ഞേക്കും. അടുത്തൊരു ദിവസം ഞങ്ങൾ മൂന്നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നാ ശരി, പോയിട്ട് വരാം. വെക്കേഷൻ പരമാവധി കഴിയാറായതുകൊണ്ട് സുമയും പിള്ളേരും അവരുടെ വീട്ടിലേക്ക് പോകുന്നു. എടാ തെണ്ടി, ഇന്നലെ ഞാൻ നിന്നോട് എന്തുവാ പറഞ്ഞ? നീ എന്താ കാണിച്ചേ? ഓ, ഇന്ന് നേരത്തെ എത്തിയോ ബോസ്? എടാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ജിതിനെ വിളിക്കാൻ ഞാൻ ഫോൺ എടുത്തതാ. എന്നിട്ടെന്ത്, എൻ്റെ നമ്പർ താനെ അങ്ങ് ഡിലീറ്റ് ആയിപ്പോയോ? എൻ്റെ പൊന്ന് ജിതിനെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. ഓഹോ, നിന്ന് കിണിക്കാണ്ട് പറയടാ പറ്റി. നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് ഞാൻ മുറിയിൽ വെളിയോട്ട് ഇറങ്ങിയതാ. അപ്പോഴാ അവള് വന്ന് മുട്ടിയെ. ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം ഗൗതം ജിതിന്റെ അടുത്ത് പങ്കുവച്ചു. എന്നിട്ട് നീ അവളെ തച്ചാ? പാവടാ, അവളെ അറിയാതെ വന്ന് മുട്ടിയതാവും. ഓ എൻ്റെ പൊന്നെ, ഞാൻ അവളെ അടിച്ചൊന്നുമില്ല. ഇല്ലേ? ഗൗതം അവനൊന്ന് രൂക്ഷമായി നോക്കി. അല്ല, നിന്റെ ഇപ്പോഴത്തെ സ്വഭാവം അനുസരിച്ച് നീ അവളെ അടിക്കേണ്ട ടൈം കഴിഞ്ഞു. അത് തന്നെ, പക്ഷെ ഞാൻ അവളെ അടിച്ചില്ലടാ. ആ മുഖം കണ്ടിട്ട് എനിക്ക് അടിക്കാൻ തോന്നിയില്ല. എന്തായാലും എനിക്ക് നിന്റെ ആ പെണ്ണിനെ ഒന്ന് കാണണം. പെണ്ണാ? ഞാൻ വന്ന കാര്യം മറന്നു. നീ ഇതിലൊന്ന് സൈൻ ഇട്ടേടാ. അല്ല, ഇതാർക്കാ? എനിക്ക് അല്ലാതെ പിന്നെ ആർക്ക്? എൻ്റെ സാലറീൻ്റെ കാര്യമാടാ. ഒപ്പിടടാ തെണ്ടി. ഈ തെണ്ടി പട്ടിയെന്നല്ലാതെ സാറേന്നൊന്ന് വിളിച്ചുവിടടാ നിനക്ക്. അതിന് മറുപടി ശരിയായിരുന്നു. കൊച്ചുമോള് ഇതുവരെ എണീച്ചില്ലേ? വിളിക്കാൻ അവളെ എണീക്കില്ല. ഞാൻ ചെന്ന് വിളിക്കാം. വേണ്ട, നീ ഇവിടെ നിന്നോ, ഞാൻ ചെന്ന് വിളിക്കാം. പാറുമോളേനെ നീട്ടി വിളിച്ചുകൊണ്ട് അവർ മുറിയിലേക്ക് കടന്നു. പാറുമോളെ, നീ എണീക്കുന്നില്ലേ? ടൈം ഒരുപാടായി. ദേവമ്മ, ഒരു 15 മിനിറ്റ്. ദേവമ്മ അല്ല, സുമിത്രാന്റിയാ എന്ന് കേട്ടതും അവൾ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. ആന്റി ആയിരുന്നോ? ഞാൻ വിചാരിച്ചു അമ്മയാകുമെന്ന്. അത് മോളുടെ സംസാരത്തിൽ എനിക്ക് തോന്നിട്ടോ. എന്നിട്ട് അമ്മ എവിടെ? ഇങ്ങോട്ട് കണ്ടില്ല. വരാൻ നിന്നതാ, ഞാൻ വരണ്ടാന്ന് പറഞ്ഞു. ആന്റിക്കറിയോ, അമ്മ അവിടെ നിന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യും. സംസാരം പിന്നെ. ഇപ്പൊ പോയിട്ട് ഫ്രഷ് ആയിട്ട് വേഗം താഴേക്ക് വന്നേ. നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. വേഗം അങ്ങോട്ട് വാ, ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആട്ടോ. ആന്റി, ഞാൻ വന്നേക്കാം. അവൾ ആസ്വദിച്ച് കുളിക്കുന്നതിനിടയിൽ എന്നെ ഇടിച്ചിട്ട് പോരാ, വെച്ച് തന്നോ എന്നെ കൃഷ്ണ ഭാഗത്തിന് ഫോൺ എന്റെ കൃഷ്ണ. ഓ മൈ ഗോഡ്, അയാൾ എന്തിനാ എന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ? ഉണ്ടക്കണ്ണി, മോയിലും കുഞ്ഞ്, എന്തൊക്കെയാ പറഞ്ഞ? അറിയാതൊന്നും ഇടിച്ചേനാ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞ. എന്നാലും അയാൾ ആരായിരിക്കും? അമ്മ പറഞ്ഞ ലിസ്റ്റില് അങ്ങനെ ഒരാളെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. കുളി കഴിഞ്ഞ് ഡ്രസ്സ് പോലും മാറ്റാതെ അവൾ അവിടെ ഇരുന്ന് അവനെ കുറിച്ച് തന്നെ ആലോചിച്ചു.